കൊടുങ്ങല്ലൂർ വെടിവയ്പ് കഴിഞ്ഞിട്ട് 45 വർഷം. ഇന്നും നടുക്കത്തോടെ ഓർക്കുന്നു ഓഗസ്റ്റ് 8. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. വീണ്ടും ഒരു ഓഗസ്റ്റ് 8. 1979 ഓഗസ്റ്റ് 8-നായിരുന്നു പ്രദേശത്തെ പിടിച്ചുകുലക്കിയ വെടിവെപ്പ് നടന്നത്. നിസ്സാരമായ ഒരു സംഭവമാണ് അവസാനം പോലീസ് വെടിവെപ്പിൽ കലാശിച്ചത്. അന്നത്തെ പോലീസ് രാജിൽ ഒരു ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന 2 വിദ്യാർത്ഥികൾ സൈക്കിളിലിരുന്ന് യാത്ര ചെയ്തെന്നും പറഞ്ഞ് പോലീസ് ആക്രമിച്ചതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ബോയ്സ് ഹൈസ്കൂളിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് പഠിപ്പ് മുടക്കി. വിദ്യാർത്ഥികളെ ഉപദ്രവിച്ച പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രദേശത്ത് ക്രമസമാധാനം തകരുന്നുവെന്നായതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. വിദ്യാർത്ഥികൾ ചിതറി ഓടിയെങ്കിലും സമരമുഖത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. 6 വട്ടമാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. വട്ടക്കുളത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഇഷ്ടിക ഉപയോഗിച്ച് സമരക്കാർ പോലീസിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ പോലീസിനും പരിക്ക് പറ്റിയിരുന്നു. കൊടുങ്ങല്ലൂർ നഗരം മണിക്കൂറുകളോളം മുൾമുനയിൽ നിന്നു. ഇതിനിടയിൽ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ വെടിവെയ്പ് നടത്തുകയായിരുന്നു. പ്രതിഷേധത്തിലോ സമരത്തിലോ പങ്കെടുക്കാതെ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് ചായ കുടിച്ചു നിന്നിരുന്ന ഉഴുവത്തുകടവ് സ്വദേശി ലത്തീഫിന്റെ നെഞ്ചിലാണ് വെടിയുണ്ട തറച്ചത്. സമരമുഖത്തില്ലാതിരുന്ന ലത്തീഫ് ഓഗസ്റ്റ് 8 രക്തസാക്ഷിയായി. തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളും പാർട്ടി ഓഫീസുകളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ദിവസങ്ങളോളം നിരോധനാജ്ഞ തുടർന്നു. CPI കോൺഗ്രസ് മുന്നണിയിൽ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു സമരം. പിന്നീട് എല്ലാ വർഷവും ഓഗസ്റ്റ് 8 സമരത്തിന്റെ വേലിയേറ്റമായിരുന്നു. 90 കാലഘട്ടത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും സമരം നിർത്തുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഒരു സംഘടന ഒഴിച്ച് ബാക്കി എല്ലാവരും സമരം ചെയ്യുമെന്ന നിലപാടെടുത്തു. അക്കൊല്ലത്തെ സമരം പരാജയമായിരുന്നു. അവസാന ഘട്ടത്തിൽ RR സന്തോഷ്, KP സുനിൽകുമാർ, PK വിനയൻ, ജിജീഷ് ചക്കാമാട്ടിൽ, പ്രവീൺ, ഷൈൻ, ഷിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. കാലക്രമേണ ബോയ്സ് ഹൈസ്കൂൾ സമരത്തിൽ നിന്ന് പിന്മാറി. പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, സ്റ്റവ്, ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ. തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ.